കരളേ നിൻ കൈ പിടിച്ചാൽ കടലോളം വെണ്ണിലാവ്, ഉൾക്കണ്ണിൻ കാഴ്ചയിൽ നീ കുറുകുന്നൊരു വെൺപിറാവ്, മന്ത്രകോടി നെയ്തൊരുങ്ങി പള്ളിമേട പൂത്തൊരുങ്ങി, കാരുണ്യത്തിരികളൊരുങ്ങി മംഗല്യ പന്തലൊരുങ്ങി, എന്നു വരും നീ തിരികെ, എന്നു വരും നീ, എന്നു വരും നീ തിരികെ, എന്നു വരും നീ. നമസ്കാരം. JD സിംഫണിയിൽ നിന്ന് ജിതേഷ് ദാമോദർ. കൈതപ്രത്തിൻ്റെ വരികൾക്ക് വിദ്യാസാഗർ ഇണം നൽകി CB മലയിൽ സംവിധാനം ചെയ്ത ദേവദൂതൻ എന്നുള്ള സിനിമ. കരളെ നിൻ കൈപിടിച്ചാൽ കടലോളം വെണ്ണിലാവും. നിരവധി കവിതാക്കൾ ആ പാട്ട് നെഞ്ചിലേറ്റി. ആ പാട്ട് പാടിയ ഗായിക ഇന്ന് നമ്മോടൊപ്പമുണ്ട്. പ്രീത കണ്ണൻ. പ്രീത കണ്ണൻ JD സിംഫണിയോട് സംഗീത ലോകത്തെക്കുറിച്ചും ആ പാട്ടിനെ കുറിച്ചും സംസാരിക്കുന്നു. നമസ്കാരം. നമസ്കാരം. 9ാം ക്ലാസ്സിൽ വെച്ചാണ് സംഗീത ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതിനുശേഷം നിരവധി സ്റ്റേജുകളിൽ പാടി. പിന്നീട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് തരങ്കിണി സ്റ്റുഡിയോയിൽ സിനിമകൾക്ക് ട്രാക്കുകൾ പാടാൻ തുടങ്ങി. ഈ ട്രാക്കുകൾ പാടുന്ന അവസരത്തിൽ ഏതെങ്കിലും സമയത്ത് വെള്ളിത്തിരയിൽ തൻ്റെ ശബ്ദവും വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു? തീർച്ചയായിട്ടും. നമ്മുടെ അന്നത്തെ അൾട്ടിമേറ്റ് ഒരു എയിം എന്ന് പറഞ്ഞാൽ സിനിമയിൽ പാടുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴാണല്ലോ നമുക്ക് സിനിമ എന്നതിലുപരി ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ പാട്ടിനെ ഇപ്പോൾ യൂട്യൂബ് റിലീസുകളായിട്ടും, അതും കവർ സോങ്സ് യൂട്യൂബ് റിലീസായിട്ടും, പിന്നെ സീരിയൽ ടൈറ്റിൽ സോങ്സ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഏരിയ കൂടുതലുണ്ട് ഇപ്പോൾ. പക്ഷെ അന്ന് സിനിമയിൽ പാടുക എന്നുള്ളത് തന്നെയാണ് ഒരു സിംഗറെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു അവസാന വാക്ക്. അപ്പോൾ ഞാനും അങ്ങനെ ആഗ്രഹിച്ചിരുന്നു. ട്രാക്ക് പാടിയിട്ടുണ്ട് പല പാട്ടുകൾക്കും. കോറസ് ഞങ്ങൾ കുറേ പേര് പിന്നെ സ്ഥിരം കോറസ് സിംഗേഴ്സായിട്ട് തരങ്കിണിയിൽ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു ആഘോഷമായിരുന്നു ശരിക്കും. ഞങ്ങൾക്ക് ആ റെക്കോർഡിങ് ട്രാക്ക് പാടാൻ പോകുന്നതും ഓണ കാസറ്റിനൊക്കെ കോറസ് പാടുമ്പോൾ 4 ദിവസത്തെ റെക്കോർഡിംഗ് ആണ്. അപ്പോൾ 4 ദിവസവും നമ്മൾ കുറച്ച് പേര് നമുക്ക് പഠിത്തത്തിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സ്റ്റുഡിയോയിൽ, ശരിക്കും അത് ഭയങ്കര സെലിബ്രേഷൻ. അന്ന് ഓർക്കസ്ട്രയും എല്ലാം ഒരുമിച്ചിരുന്നിട്ടായിരുന്നല്ലോ റെക്കോർഡിങ്. ആ കാലഘട്ടത്തിലും ഞാൻ റെക്കോർഡിങ്സിന് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ കുട്ടികൾക്കൊക്കെ മിസ് ചെയ്യുന്ന ഒരു കാര്യമാണത്. അങ്ങനെ ഒരുമിച്ചിരുന്നുള്ള റിഹേഴ്സൽ, റെക്കോർഡിങ്, ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്ന പോലെയുള്ള ഒരു സന്തോഷമുള്ള ദിനങ്ങൾ. തീർച്ചയായിട്ടും സിനിമയിൽ പാടാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് കോറസ് പാടുന്ന സമയത്തും ചിന്തിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ കോറസ് പാടുന്ന സമയത്തോ അല്ലെങ്കിൽ ട്രാക്ക് പാടുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പാട്ട് ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ ഒരു പാട്ട്, അത് ഞാൻ എൻ്റെ സ്വന്തം ശബ്ദത്തിൽ പുറത്തു വന്നിരുന്നെങ്കിൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആഗ്രഹിച്ചിരുന്ന ഏതെങ്കിലും ഒരു പാട്ട് ഒന്ന് ഓർമ്മിച്ചെടുക്കാൻ പറ്റുമോ? ഒരുപാട് പാട്ടുകൾ ട്രാക്കും കോറസും ഒക്കെ പാടി. ഉഷ ഖന്ന, ഉഷജി മലയാളത്തിൽ എനിക്ക് തോന്നുന്നു 2ാമത് വരുന്ന സംരംഭമാണ് അഗ്നി നിലാവ് എന്ന് പറഞ്ഞൊരു മൂവി. അപ്പോൾ അതിലെ എല്ലാ പാട്ടുകളും, കുറേ പാട്ടുകളുണ്ടായിരുന്നു. ഒരു 3-4 പാട്ടുകളുണ്ടായിരുന്നു, ഡ്യുവറ്റും സോളോയും പിന്നെ കോറസും ഒക്കെ ആയിട്ട്. അതിൽ ഒരു സോളോയ്ക്ക് ഞാൻ ട്രാക്ക് പാടിയിരുന്നു. അപ്പോൾ എന്തുകൊണ്ടും ഉഷ ഖന്ന എന്ന് പറയുന്ന ഒരു മ്യൂസിക് കമ്പോസറുടെ ഒരു സെക്കൻഡ് വെഞ്ചർ. അപ്പോൾ അതിലൊരു പാട്ട് സോളോ പാടിയിരുന്നു. ആ പാട്ട് അങ്ങനെയല്ല കേട്ടോ, ആ ഒരു പാട്ടെന്നല്ല, നമ്മൾ പാടുന്ന എല്ലാ പാട്ടുകളും നമ്മൾ ഇതൊരു മ്യൂസിക് കമ്പോസർക്ക് ആയിട്ട് ഇഷ്ടമായിട്ട് കുഴപ്പമില്ല, ഇത് തന്നെ ഇരിക്കട്ടെ എന്ന് പറയണം എന്നുള്ള ഒരു എന്താ പറയുക ലക്ഷ്യത്തോടു കൂടി, അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് പാടി ഇത് വെക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ട്രാക്കാണെങ്കിലും ഞാനെന്നല്ല എല്ലാ സിംഗേഴ്സും ആ ഒരു ഇതോടുകൂടി തന്നെയാണ് സമീപിക്കുക. അപ്പം അഗ്നി നിലാവ് എന്ന് പറഞ്ഞ ചിത്രത്തിലെ ആ പാട്ട് എനിക്ക് തോന്നി അതൊന്ന് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ചിന്തിച്ചൊരു പാട്ടായിരുന്നു അത്. നീ വരൂ പൊൻതാരകേ മാനസം കേഴുന്നിതാ ഏകാന്തം സന്ധ്യാംബരം ശോകാർദ്രം കേഴുന്നിതാ നീ വരൂ
പൊൻതാരകി, ഇങ്ങനെ പോകുന്നൊരു പാട്ട്. അത് കഴിഞ്ഞ് ബാലചന്ദ്ര മേനോൻ്റെ സമാന്തരങ്ങൾ എന്ന സിനിമയിലാണ് ഒരു പാട്ട് പാടിയിരിക്കുന്നത്. അത് ഒരു പുതിയ ഗായികയെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ബാലചന്ദ്ര മേനോൻ അങ്ങനെ ചെയ്തത്. എങ്ങനെയാണ് ആ പാട്ടിലേക്ക് വന്നത്? അതും ഈ പറഞ്ഞ പോലെ ട്രാക്ക് പാടാനാണ് പോയത്. അപ്പം മേനോൻ സാറിന് ആദ്യമായിട്ട് മ്യൂസിക്, സംഗീത സംവിധാനവും കൂടെ ഈ ഒരു പടത്തിലൂടെയാണ് ചെയ്യുന്നത്. അതെ. അപ്പോൾ അദ്ദേഹത്തിന് തലേ ദിവസം റിഹേഴ്സലിൽ വിത്ത് തബല ആൻഡ് ഹാർമോണിയം അങ്ങനെ നമ്മൾ എനിക്ക് സാർ പാട്ട് പറഞ്ഞു തന്ന് പാടി. റിഹേഴ്സലിന് അത് ഫുൾ പഠിച്ച് പാടിയിട്ട് പിറ്റേ ദിവസം റെക്കോർഡിങ്ങിന് ട്രാക്ക് എന്നോണം തന്നെയാണ് അതും പോയി പാടിയത്. പക്ഷേ പാടിക്കഴിഞ്ഞു, തിരിച്ച് വീട്ടിൽ വന്നതിന് 2 ദിവസത്തിന് ശേഷം മേനോൻ സാർ തന്നെയാണ് എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞത്. അതിൻ്റെ വരികൾ രമേശൻ നായർ സാറായിരുന്നു. ഞാൻ ഈ പാട്ട് ഇയാൾ നന്നായി പാടിയിട്ടുണ്ട്, ഈ പാട്ട് ഞാൻ അങ്ങ് സ്ട്രെയിറ്റ് ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ചിന്തിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ അത് ഭയങ്കര എക്സൈറ്റഡായി. അപ്പോൾ സാർ എന്നിട്ട് ഇതും കൂടെ പറഞ്ഞു, ഒന്ന് ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെയൊക്കെ ഒരു അവർക്ക് മെയിൻ സ്ട്രീമിലുള്ള സിംഗേഴ്സിനെ തന്നെ പാടിക്കണം, അല്ലെങ്കിൽ അത് പ്രശ്നമാകും കാസറ്റ് സെയിലിന് എന്നൊക്കെ ഉള്ളൊരു രീതിയിൽ അവർ പ്രശ്നം പറയുന്നുണ്ട്. പക്ഷെ ഞാനത് വകവയ്ക്കുന്നില്ല. സാർ എപ്പോഴും അങ്ങനെയാണല്ലോ. സാറ് ഓരോരുത്തരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും അങ്ങനെ ബോൾഡായിട്ടൊരു തീരുമാനം എടുത്തിട്ടാണല്ലോ കൊണ്ടുവരാറ്. അതേപോലെ തന്നെ ആസ് എ സിംഗർ എനിക്ക് വേണ്ടിയും അദ്ദേഹം തീരുമാനിച്ച് ആ പാട്ട് സ്ട്രെയിറ്റ് ആക്കിയത്. പക്ഷെ സിനിമയിൽ ആ പാട്ട് സോളോ ആയിട്ടുണ്ട്. പക്ഷേ CD-യിൽ ഇറങ്ങുമ്പോൾ ദാസാർക്കൊപ്പം എൻ്റെ വരികളും കൂടെ ചേർത്ത് അത് ഡ്യുവറ്റ് ആയിട്ടാണ് വന്നത്. അപ്പം അങ്ങനെ ആദ്യത്തെ ഡ്യുവറ്റ് ദാസാറിൻ്റെ കൂടെ പാടിയത് പുറത്ത് വന്നതെന്ന് വേണമെങ്കിൽ പറയുന്നത് സമാന്തരങ്ങളുടെ പാട്ടാണ്. പിന്നീട് ബാലചന്ദ്ര മേനോൻ സിനിമകളിലൊന്നും കണ്ടില്ല പ്രീതയെ? ഇല്ല. മേനോൻ സാർ പിന്നെ സംഗീതം ചെയ്തിട്ടുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ എല്ലാവരുടെയും ഒരു ചോദ്യം ഇതാണ്, ഒരു തുടക്കം ആയി കഴിഞ്ഞിട്ട് പിന്നീട് എന്തുകൊണ്ട് അവർക്ക് ഓർമ്മ വന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് പിന്നീട് അങ്ങനെ പടങ്ങളിലൊന്നും വന്നില്ല. എനിക്കതിന് ഉത്തരമില്ല കേട്ടോ. എനിക്കും അറിയില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഒരു പക്ഷേ ഇനി വേണമെങ്കിൽ ചിന്തിക്കാം, നമ്മൾ പാടി ഇഷ്ടമായില്ല, അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിൽ റെക്കോർഡിംഗ് സെഷൻസ് നീട്ടി വലിച്ച് പാടി, അങ്ങനെ ഒന്നും ഇതുവരെയും ടച്ച് വുഡ് ദൈവം സഹായിച്ച് അങ്ങനെ ഉണ്ടായിട്ടില്ല. നെഗറ്റീവ് കമൻസുകളൊന്നും അങ്ങനെ പാട്ടിനെ കുറിച്ച് പാടിയത് മോശമായിരുന്നോ പിന്നെയും എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതിനെനിക്ക് ഒരു ഉത്തരവില്ല. അപ്പം ഞാനിങ്ങനെ സമാധാനിക്കാറുണ്ട്. ചിലപ്പം നമ്മൾക്ക് ഇത്രയൊക്കെ നമ്മൾക്ക് ഉണ്ട് എന്ന് ചെയ്യണം എന്ന് മുകളിൽ നിന്ന് തീരുമാനിച്ച് ഉള്ളതാണല്ലോ ഓരോ മനുഷ്യജന്മവും. അപ്പോൾ സിംഗിങ്ങിൻ്റെ ഒരു ഏരിയയിൽ എനിക്ക് ഇത്രയൊക്കെ മതിയെന്ന് അവിടുന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും. ഓർത്ത് ഞാൻ സമാധാനിക്കുകയാണ്. കാരണം നമുക്ക് മുമ്പോട്ട് പോകണമല്ലോ. എല്ലാവരെയും പോലെ തന്നെ നമുക്ക് ഒരു വിഷമവും ഒക്കെ തോന്നാറുണ്ട്. ആസ് എ ഹ്യൂമൻ, ഞാനൊരു ഹ്യൂമൻ ബീങ് ആണല്ലോ, തോന്നാറുണ്ട്. അയ്യോ, പിന്നെ ഒരു ഡെലിക്കസി ഉണ്ട്. അവരോട് ചെന്ന് പിന്നെയും വീണ്ടും ചോദിച്ചിട്ട് അവർക്ക് ചെയ്തു തരാൻ പറ്റിയില്ലെങ്കിൽ അതൊരു വിഷമമായിട്ട് പിന്നീട് അവർക്കും നമുക്കും ഒക്കെ നിലനിൽക്കുമല്ലോ. അപ്പോൾ ചോദിക്കാനുള്ളൊരു മടി, അതിനെ ചിലർ ഈഗോ എന്നോ അഹങ്കാരമെന്നോ ജാടയെന്നോ ഒക്കെ പേരിട്ടിട്ടുണ്ടാവണം. എനിക്കറിയില്ല, അതും എൻ്റെ അറിവിൽ എനിക്കറിയില്ല. എന്ത് വന്നാലും ഓൾഡ് സ്കൂളിലെ ആളാണ് ഞാൻ. എനിക്ക് വിളിച്ച് ചോദിച്ച് ഇതാക്കാനൊക്കെ ഇത്തിരി മടിയാണ്. അതും അതിൻ്റെ ഒരു റീസൺ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ സമാന്തരങ്ങളിലെ ഒരു പാട്ടിൻ്റെ 2 വരികളൊന്നും മൂളാമോ? ഒന്നാം കടൽ നീന്തിയൊരമ്പിളി എന്നോടൊരു കാര്യം ചൊല്ലു നീ, പൊന്നോമനമാരനെ കണ്ടോ നിന്നോടവൻ ചൊന്നതെന്തേ, ഒന്നാം കടൽ നീന്തിയൊരമ്പിളി. പണ്ട് രാജകുമാരി എന്ന സിനിമയിൽ ആരുനി ശാരോണിമേ എന്നുള്ള ഒരു പാട്ട് പാടിയിരുന്നു. അതിലേക്ക് എങ്ങനെയാണ്? അത് ഞാൻ ഞാൻ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് പണ്ട് രാജകുമാരി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവിടെ ട്രാക്ക് പാടാനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ആ സിനിമയുടെ മ്യൂസിക് ശ്യാം സാറ്,
ശ്യാം സാറിനെ അന്ന് അസിസ്റ്റ് ചെയ്യുന്നത് മോഹൻ സിത്താര. മോഹൻ ചേട്ടൻ്റെ ഒരുപാട് പാട്ടുകൾ, ആ സമയത്ത് നാടക ഗാനങ്ങളൊക്കെ ഒരുപാട് നല്ലവണ്ണം നാടകം കോൺസെൻട്രേറ്റ് ചെയ്ത് പാട്ടുകൾ റെക്കോർഡ് ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ മോഹൻ ചേട്ടൻ്റെ നാടക ഗാനങ്ങളും ട്രാക്ക് സിംഗിങ്ങും ഒക്കെ ആയിട്ട് കോറസും ഒക്കെ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പണ്ട് രാജകുമാരി തരംഗിണിയിൽ റെക്കോർഡിങ്, അരോമ മൂവീസ്. അതെ. അപ്പോൾ ഞാൻ ഒരു കുറേ സിംഗേഴ്സ് പങ്കെടുക്കുന്ന ഒരു പാട്ടിൻ്റെ ഒരു 8 വരി പോർഷൻ എന്നോട് പഠിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനത് പഠിച്ച് നമ്മളത് പല ബിറ്റായിട്ടാണ് അത് എടുത്തത്. എനിക്ക് തോന്നുന്നു സിനിമയിൽ അവിടെ പ്ലേസ് ചെയ്യാനോ അങ്ങനെ എന്തോ ആയിരുന്നു. അങ്ങനെ അത് പാടുകയും ചെയ്തു. പക്ഷെ അതും ട്രാക്കാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ പാട്ടിലെ ആ 8 വരി അതൊരു കവിത പോലെ ഒരു പോർഷനായിരുന്നു. അത് നമ്മൾ സ്ട്രെയിറ്റ് ആക്കുകയാണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒരു വിചാരിക്കാതെ കിട്ടിയ ഒരു ബോണസാണ് ശരിക്കും പറഞ്ഞാൽ. എല്ലാ പാട്ടുകളും അങ്ങനെ പാടുമ്പോൾ ഇതിലേതെങ്കിലും ശരിയായിരുന്നെങ്കിൽ എന്തെങ്കിലും ആലോചിക്കുന്ന പോലെ ആലോചിച്ചു പാടിപ്പോയി അല്ലാതെ അങ്ങനെ ഒരു സന്തോഷകരമായൊരു വാർത്ത പിറ്റേ ദിവസമാണ് ഞാൻ അറിയുന്നത്. പക്ഷേ ആ പാട്ടിന് എന്താ പറ്റിയ വെച്ചാൽ അതിലുള്ള എല്ലാ ഒരു കുറേ ബിറ്റുകളാണ് എടുത്തതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ പാട്ട് അത് ചിത്രീകരിക്കാൻ പറ്റിയില്ല. അന്ന് കാസറ്റുള്ള സമയമാണ്. അപ്പോൾ അത് കാസറ്റിൽ മാത്രമായിട്ട് ഒതുങ്ങി. എന്തോ മഴയോ അങ്ങനെ എന്തോ കാരണം അത് സിനിമയിൽ വന്നില്ല, കാസറ്റിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്കിന്ന് ഓർമ്മയുണ്ട്, പണ്ട് ഇവിടെ ഇപ്പം മുകളിലിരിപ്പുണ്ട്. പണ്ട് രാജകുമാരി എന്ന് പറഞ്ഞ കാസറ്റ് വാങ്ങിക്കുന്നതും ഓടിപ്പോയിട്ട് അതിൻ്റെ പിന്നിൽ എൻ്റെ പേരുണ്ടോ എന്ന് നോക്കുന്നതൊക്കെ ഇന്നും ഭയങ്കര സന്തോഷം തരുന്ന മെമ്മറീസാണ്. PV പ്രീത അല്ലേ ഇനിഷ്യൽ? PV പ്രീത എന്നുള്ള ഒരു ഗായികയിൽ നിന്ന് പ്രീത കണ്ണൻ എന്നുള്ള ഒരു പോപ്പുലർ സിംഗറിലേക്ക് വന്ന ഒരു ഗാനമാണ് കരളെ നിൻ കൈപിടിച്ചാൽ എന്ന് തുടങ്ങുന്ന ദേവദൂതനിലെ സിബി മലയിൽ സംവിധാനം ചെയ്ത ദേവദൂതനിലെ ആ പാട്ട്. കൈതപ്പുറത്തിൻ്റെ വരികൾക്ക് വിദ്യാസാഗർ ഈണം നൽകിയ പാട്ടാണത്. ആ പാട്ടാണ് പ്രീതയെ മലയാള സിനിമാ രംഗത്തിലെ പോപ്പുലർ ഗായിക നിരയിലേക്ക് എത്തിയത്. എങ്ങനെയാണ് അതിൻ്റെ ആ പാട്ടിലേക്കുള്ള വരവ് അന്ന്? അതും യാദൃശ്ചികമാണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ പോപ്പുലർ എന്ന് ആ ടൈറ്റിൽ ഇപ്പോഴും എനിക്ക് നൽകാറായിട്ടില്ല കേട്ടോ. ഞാൻ ഫിലിമിൽ പാടിയിട്ടുള്ള പാട്ടുകൾ കുറവാണ്. അപ്പോൾ നമ്പർ ഓഫ് സോങ്സ് കൂടുതൽ പാടിയിട്ടുള്ള ആൾക്കാരാണല്ലോ എപ്പോഴും പോപ്പുലർ സിംഗർ എന്ന് പറഞ്ഞ ഒരു ടൈറ്റിലിന്. അങ്ങനെ നോക്കുമ്പോൾ പാട്ടുകൾ കുറവാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട്, ഞാൻ എൻ്റെ കാര്യമല്ല പറയണേ, അതൊരു കോൺട്രവേഴ്സിയും അല്ല, ചാനലിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഒരുപാട് കാണുന്ന ആൾക്കാരാണ് ഇപ്പോൾ പോപ്പുലർ. നമ്പർ ഓഫ് സോങ്സ് കൂടുതൽ പാടിയ ആൾക്കാരല്ല. ആ ഒരു ഇത് മാറി മറിഞ്ഞ് വന്നിരിക്കുകയാണ്. എന്തായാലും എനിക്ക് ആ പാട്ട് കിട്ടുന്നത് ഭയങ്കര ആക്സിഡൻ്റലായിട്ടാണ്. ഞാൻ മാക്ട സംഘടിപ്പിക്കുന്ന ബാബുക്കയ്ക്ക് ട്രിബ്യൂട്ട് നൽകുന്നൊരു പ്രോഗ്രാം കോഴിക്കോട് നടക്കുകയാണ്. അപ്പോൾ ഞാൻ ചാനലിലെ സാന്നിധ്യം എന്നോണം ആയിരിക്കാം, വലിയ സിംഗേഴ്സ് എല്ലാവരും പങ്കെടുക്കുന്നൊരു ഷോ ആണ്. അതിൻ്റെ ഇടയിൽ ഞാൻ എങ്ങനെ വന്നു എന്ന് എനിക്ക് തന്നെ അറിയില്ല, എപ്പോഴും ഓർമ്മയില്ല. അപ്പോൾ ഞാൻ അന്ന് ഏഷ്യാനെറ്റ് ചാനലിൽ സരിഗമ എന്ന് പറയും, കല്യാണത്തിന് ശേഷം ഉള്ള കാര്യം, പ്രീത കണ്ണൻ ആയതിനു ശേഷമുള്ള കാര്യം പറയാനാണെങ്കിൽ അപ്പോഴും കല്യാണത്തിന് ശേഷവും ഞങ്ങൾ പ്രോഗ്രാംസൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ആൻഡ് കണ്ണൻചേട്ടൻ്റെ ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിലെ ശശി എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഏഷ്യാനെറ്റിലെ പ്രൊഡ്യൂസർ ജി പത്മകുമാർ. അപ്പോൾ ആ സമയത്ത് ബിന്ദുജയും ജഗദീഷ് ചേട്ടനും സരിഗമ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ദെൻ അവർക്ക് ശേഷം അവരുടെ ഒരു ടൈം കഴിഞ്ഞിട്ട് നാദിർഷയും ഷബ്നവും ചെയ്തു. പിന്നെ അതിന് ശേഷം അവർക്കൊരു ഫീമെയിൽ സിംഗറിൻ്റെ ഒരു സ്പേസ് ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് ശശിയേട്ടൻ പറഞ്ഞിട്ട് അങ്ങനെയാണ് ജി പത്മകുമാർ, അദ്ദേഹമാണ് എനിക്ക് ഏഷ്യാനെറ്റിൽ ഇങ്ങനെ ഒരു ഓഡിഷന് വേണ്ടിയിട്ട് വിളിക്കുന്നതും ആ ഓഡിഷനിൽ ഞാൻ പാസ്സായിട്ട് എനിക്ക് ഏഷ്യാനെറ്റ് സരിഗമ അവതരിപ്പിക്കാൻ നാദിർഷയുടെ കൂടെ ചാൻസ് കിട്ടുകയാണ്. അപ്പോൾ അതുവരെയും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. യാതൊന്നും നമ്മൾ ഇപ്പോഴാണ് അറ്റ്ലീസ്റ്റ് കുറച്ചൊന്ന് ചിരിച്ചൊക്കെ ആൾക്കാരെങ്കിലും നോക്കിയെങ്കിലും ഒക്കെ ഒന്ന് പാടുന്നത്. പക്ഷെ പണ്ടത്തെ നമ്മുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാട്ടിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് വേറെ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. ഡാൻസ് ചെയ്യണം എന്നില്ല, ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നില്ല, പാട്ട് പാടിയിട്ട് പോയാൽ മതി. അന്നത്തെ ഒരു കാലഘട്ടം അതായിരുന്നല്ലോ. അങ്ങനെയുള്ള ഞാൻ സരിഗമ അവതരിപ്പിക്കാൻ ചെന്നാൽ ഒരുപാട് പപ്പട്ടൻ്റെ നിന്ന് വഴക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആ കാലഘട്ടം ഓർക്കുമ്പോൾ ഭയങ്കര ഒരു സ്നേഹമുള്ളൊരു അന്തരീക്ഷമായിരുന്നു
സരിഗമ ഏഷ്യാനെറ്റിൽ ചെയ്യുന്ന ആ സമയത്ത്. അത് അത് ചാനൽ വന്ന് തുടങ്ങിയതിന് ശേഷം ഒരുപാട് സ്ഥലങ്ങളിൽ എനിക്ക് പ്രോഗ്രാംസിന് എന്നെ വിളിക്കുന്നുണ്ട്, ഇന്ത്യക്കകത്തും പുറത്തും ഒക്കെ ആയിട്ട്, സരിഗമയുടെ സിംഗർ എന്നുള്ള നിലയിൽ തന്നെ. ആ അങ്ങനെ ആയിരിക്കാം ഒരുപക്ഷെ ഈ വലിയ പ്രോഗ്രാമിൽ ഞാനും വന്നു പെട്ടത്. അപ്പോൾ ഞാൻ രാവിലെ കോഴിക്കോട്ട് ചെന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു വെള്ളി നക്ഷത്രം, ഞാനിത് മുമ്പും പല ചാനലിലും പറഞ്ഞിട്ടുണ്ട്, വെള്ളി നക്ഷത്രം അവിടെ ട്രെയിനിൽ ആരോ വായിച്ചിട്ടിട്ട് പോയ കിടപ്പുണ്ട്. എനിക്ക് സ്റ്റേഷൻ എത്താറാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതെടുത്ത് വായിച്ചപ്പോൾ മോഹൻലാൽ ഒരു അദ്ദേഹത്തിൻ്റെ പുതിയ ചിത്രത്തിന് വേണ്ടി പ്രകൃതി ചികിത്സയൊക്കെ ചെയ്ത് തയ്യാറെടുക്കുന്നു. സിബി മലയിൽ സാറാണ് ഡയറക്ടർ, സിയാദ് കോക്കേഴ്സ് അവരുടെ ബാനർ. ഏറ്റവും എന്നെ ഇങ്ങനെ എക്സൈറ്റഡ് ആക്കിയ ഒരു വിഷയം എന്താ വെച്ചാൽ, ജയപ്രദ മാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആക്ട്രസ്സാണ്. രേഖാജിയും ജയപ്രദ മാമും, ഇവരെ രണ്ടുപേരെയും ഒന്ന് കാണാനെങ്കിലും സാധിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ് ഇപ്പോഴും. അത് മാറിയിട്ടില്ല. അപ്പോൾ ജയപ്രദ മാം അഭിനയിക്കുന്ന മലയാളത്തിൽ ഇപ്പോൾ അടുത്ത് വരാൻ പോകുന്ന മൂവി എന്നൊക്കെ ഉള്ളൊരു ആർട്ടിക്കിൾ കണ്ടു. കൊള്ളാൻ, നന്നായിട്ടുണ്ട്. വിദ്യാജി ഒരുപാട് ഹിറ്റുകൾ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ സമയത്ത് കുറേ മൂവീസിൽ വന്ന് പിന്നെ അടുത്ത അദ്ദേഹത്തിൻ്റെ മൂവി വിദ്യാസാഗറാണ് മ്യൂസിക് എന്നൊക്കെ ഇങ്ങനെ കൈതപ്രം സാറ്. അപ്പോൾ എല്ലാ വലിയ വലിയ കക്ഷികളാണല്ലോ, നന്നായി നല്ല മൂവി ആയിരിക്കും എന്നൊക്കെ ഞാൻ അത് വായിച്ച് അവിടെ വെച്ചിട്ട് ഞാൻ പോയി. എന്നിട്ട് റിഹേഴ്സൽ കഴിഞ്ഞ് പ്രോഗ്രാമിന് സ്റ്റേജിൻ്റെ പിന്നിൽ നിൽക്കുമ്പോൾ ചിപ്പിയുടെ ഹസ്ബൻഡ് രഞ്ജിത്തേട്ടനാണ് ആ ഷോ മൊത്തവും അന്ന് കോർഡിനേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ രഞ്ജിത്തേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, പ്രീത സിബി സാറിനെ ഒന്ന് പ്രീത അടുത്ത് സംസാരിക്കണം, അദ്ദേഹത്തിൻ്റെ അടുത്ത മൂവിക്ക് വേണ്ടിയിട്ടുള്ള എന്തോ ഒരു കാര്യം പറയാനാണെന്ന് പറഞ്ഞു. ഞാൻ സിബി സാറിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ സാറാണ് എന്നോട്, നമ്മൾ ഒരു കുറച്ചൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു വോയിസ് എൻ്റെ ഒരു അടുത്ത മൂവിക്ക് വേണ്ടി ട്രൈ ചെയ്യണമെന്നുണ്ട്, പ്രീത ഒന്ന് ചെന്നൈയിൽ വിദ്യാസാഗർ. എന്നിട്ട് എനിക്ക് അത്ഭുതമാണ്, ഈ വെള്ളി നക്ഷത്രത്തിൽ ഞാൻ വായിച്ച ആ ആർട്ടിക്കിളിൽ ആ സിനിമയിലെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് സാർ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞിട്ട് ഈ ഒരു മൂവിക്ക് വേണ്ടിയിട്ടാണ് ആ സോങ്, നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഇതൊന്ന് പോകണം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അതെന്തോ ഒരു നിമിത്തം പോലെ എനിക്ക് തോന്നി. ഞാൻ രാവിലെ വായിച്ചതും വൈകുന്നേരം ആയപ്പോൾ എനിക്ക് സാർ അങ്ങനെ ഒരു അറ്റ്ലീസ്റ്റ് ഒന്ന് ട്രാക്കാണെങ്കിലും ഒന്ന് പാടി നോക്കാനുള്ള, ട്രാക്കായിട്ടെന്നല്ല, പോയി പാടി നോക്കൂ, വിദ്യാജിക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ പാട്ട്. അപ്പോൾ ആ പാട്ട് പിന്നെ ഒരു 1-2 മാസത്തെ ഗ്യാപ്പിന് ശേഷമാണ് ആ പാട്ടിന് വേണ്ടി ഞാൻ പോകുന്നത് ചെന്നൈക്ക്. അപ്പോൾ ഞാൻ 6 months പ്രഗ്നൻ്റ് ആണ് മോനെ. എന്തായാലും വിദ്യാജിയുടെ സ്റ്റുഡിയോയിലേക്ക്, ഹർഷ വല്ലകി സ്റ്റുഡിയോയിലേക്ക് ദേവദൂതൻ പാടാൻ വേണ്ടി ഞാൻ എത്തിയത് അങ്ങനെയാണ്. ദേവദൂതൻ എന്നുള്ള സിനിമ മനോഹരമായ ഒരു സിനിമയാണെങ്കിൽ പോലും അത് എന്തോ പ്രേക്ഷക പ്രീതി ആർജിച്ചില്ല. പക്ഷേ ഈ പാട്ട് എല്ലാവരുടെയും ഹൃദയത്തിൽ വല്ലാത്ത രീതിയിൽ ആകർഷിക്കുന്ന ഒരു പാട്ടാണ്. എന്താണ് ആ ആകർഷണീയത ഈ പാട്ടിലെ? ഏത് ഭാഗമാണ് ആളുകളെ ആകർഷിച്ചത്? ഞാൻ പോലും ഇത് ഒരു കാലത്ത് പാടിയിട്ട് ഭയങ്കരമായിട്ട് ഹരം കൊണ്ട ഒരു പാട്ടാണ്. എന്താണ് അതിലെ ഹരം കൊള്ളിക്കുന്ന ഭാഗം? അത് ഒരു മാജിക് ആണെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. അത് വിദ്യാജിയുടെ മാജിക് തന്നെയാണ്. അദ്ദേഹം എത്രയോ പാട്ടുകൾ ചെയ്തതാണ്. അപ്പോൾ ഒരു ഇന്നതാണ് അതിൻ്റെ റീസൺ എന്ന് പറയാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇല്ല. എനിക്ക് എന്തുകൊണ്ടും ഏറ്റവും പ്രിയപ്പെട്ടൊരു ഗാനമാണത്. ഏറ്റവും ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു ബാനറിൽ ലാലേട്ടൻ്റെ മൂവി, സിബി സാർ ഡയറക്ടർ, അതിലാരാണ് പ്രമുഖരല്ലാത്തത്? ഒരുപക്ഷെ ഞാൻ തന്നെയേ ഉള്ളൂ അതിൽ ന്യൂക്കമ്മറായിട്ട്. ആരും അറിഞ്ഞൂടാതെ ഞാൻ വന്ന് വഴിതെറ്റി അവിടെ ചെന്ന് പെട്ട പോലത്തെ ഒരു വ്യക്തി ഞാൻ മാത്രമേ കാണുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പാട്ടിൻ്റെ ഒരു ഭാഗമാകാൻ, ദാസ് സാർക്കൊപ്പം പാടാൻ, കുറച്ച് വരികൾ പാടാൻ കിട്ടിയൊരു ഭാഗ്യം, അതെന്തോ മുജ്ജന്മ സുഹൃതം കൊണ്ട്. കാരണം അത്ര കോമ്പറ്റീഷനാണ് നമ്മുടെ ഈ ഒരു ഫീൽഡിൽ. അപ്പം പിന്നെ ഞാൻ ആ പാട്ട് പാടുമ്പോഴും ഒന്നും ഞാൻ അറിയുന്നില്ല, ഈ പാട്ടിന് വേറെയും ചില സവിശേഷതകളുണ്ട്. സപ്തസ്വരമല്ലാതെ 12 സ്വരസ്ഥാനങ്ങൾ വരുന്ന മലയാള സിനിമാ ഗാനങ്ങൾ വളരെ കുറവാണ് മലയാളത്തിൽ. അപ്പോൾ ഈ പാട്ട് അങ്ങനെ ഇത് ഗായകൻ സുദീപ് പറഞ്ഞാണ് ഞാൻ അറിയുന്നത്. ചേച്ചിയുടെ അത് പാട്ട് ഇറങ്ങി കുറേ എല്ലാവർക്കും ഇഷ്ടമായി, ഹിറ്റാണ് എന്നൊക്കെ വന്നതിന് ശേഷമാണ് കേട്ടോ. ചേച്ചിക്ക് അറിയാമോ ഈ പാട്ട്? ഔസേപ്പച്ചൻ സാറാണ് അത്രേ സുദീപിനോട് അത് പറഞ്ഞത്. ഈ പാട്ടിൽ ഇങ്ങനൊരു സവിശേഷതയുണ്ട്, 12 സ്വരസ്ഥാനങ്ങൾ കൃത്യമായിട്ട് ഈ പാട്ടിൽ വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് മലയാളത്തിൽ വളരെ ചുരുക്കം പാട്ടുകളേ ഉള്ളൂ. ഒരുപക്ഷെ അതൊക്കെ തന്നെ ആയിരിക്കാം അതിൻ്റെ ഒരു റീസൺ എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എല്ലാത്തിലും ഉപരി ബ്ലെസ്സിങ് ഫ്രം
ഗോഡ് അത്ര തന്നെ. മറ്റു പല ഗായകർക്കും ഒരുപാട് പാട്ടുകളുണ്ട്. എന്നാൽ പ്രീതയ്ക്ക് ഐക്കണ എന്ന് പറയുന്നത് ഈ ഈ പാട്ടാണത്. അത് നിങ്ങൾക്കിടയിൽ ഒരു ഗായകൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്തിന് ഒന്ന് മതി എന്ന് പറയുന്ന ആ ഒരു 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 ഭാഗ്യ, യഥാർത്ഥത്തിൽ പ്രീത ഭാഗ്യവതിയാണെന്ന് തോന്നുന്നില്ലേ? ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. കാരണം എൻ്റെ ഒപ്പം തന്നെ ഉള്ള പാട്ടുകൾ പാടുന്ന കുറേ സിംഗേഴ്സ് ഉണ്ട്. പ്ലേബാക്ക് പാടാൻ തക്കവണ്ണം കഴിവുള്ള, എന്നാൽ പ്രോഗ്രാമുകൾക്ക് മാത്രം പാടിക്കൊണ്ടിരിക്കുന്ന, അതിനൊന്നും അങ്ങനെയൊന്നും പാടാൻ ചാൻസ് കിട്ടാത്ത ഒത്തിരി സിംഗേഴ്സും ഉണ്ട്. പക്ഷേ അപ്പം ഞാനിങ്ങനെ തിരക്ക് പിടിച്ചൊരു ഗായികയൊന്നും ആയില്ല എന്നൊക്കെ ഉള്ള ഞാൻ ഈ ഇൻ്റർവ്യൂവിൽ തുടക്കം പറഞ്ഞതുപോലെ തന്നെ പറയുമ്പോൾ അവർ എന്നോട് ഇങ്ങോട്ട് പറയാറുണ്ട്, ചേച്ചി എന്തിന് കൂടുതലധികം പാട്ട്, ഒരൊറ്റ പാട്ട് മതിയല്ലോ ചേച്ചി. ഈ ലോകം വിട്ട് പോകുമ്പോഴാണെങ്കിൽ പോലും മലയാള സിനിമാ ചരിത്രത്തിൽ പിന്നെ കുറേ പാട്ടുകൾ എടുത്ത് വെക്കുമ്പോൾ ഈ പാട്ടിന് ഒരു സ്ഥാനമുള്ളൊരു പാട്ട് നൽകിയിട്ടാണല്ലോ ചേച്ചി പോകുന്നത്. ഞങ്ങളെയൊക്കെ സംബന്ധിച്ചാണെന്ന് ആലോചിച്ച് നോക്കൂ ചേച്ചി, അങ്ങനെ പോലും ഇല്ലല്ലോ. അത് പറയും, അത് ശരിയാണ്. വളരെ ഞാൻ എപ്പോഴും ഈ മേളിലുള്ള ആൾക്കാരായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും, മേളിലോട്ട് കമ്പയർ ചെയ്യുമ്പോൾ യെസ് ഐ ആം നോട്ട് ടു ബിസി, ഒട്ടും ബിസി അല്ല ഫിലിം സിംഗിങ്ങിൽ. പക്ഷേ ഇങ്ങനെയുള്ള കുട്ടികളുടെ അവർ ചിന്തിക്കുന്നതോ, പ്രീത ചേച്ചിക്ക് അങ്ങനെ ഒരു പാട്ട് കിട്ടി. ഇത് പറഞ്ഞ കമൻറ്റ് പറഞ്ഞത് ഒരു പക്ഷേ പന്തളം ബാലൻ തന്നെ ആയിരിക്കും. എപ്പോൾ എന്നെ കണ്ടാലും ചോദിക്കും, എന്തിനാണോ അധികം പാടുന്നത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് മറ്റ് ഇപ്പോൾ നമ്മൾ യൂട്യൂബ് റിലീസുകളുടെ കാലമാണല്ലോ. ഈ ഇടയ്ക്ക് ഓണത്തിന് പാടിയ പാട്ടുമൊക്കെ പലർക്കും നമ്മളെ ഒരു ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിൽ പലർക്കും അയച്ചു കൊടുക്കുമ്പോഴും എനിക്ക് തിരിച്ചു വരുന്ന വോയിസ് നോട്ട് കമൻറ്റുകളിൽ ഫ്രണ്ട്സായിട്ടുള്ളവരും അല്ലാത്ത എവിടെയെങ്കിലുമൊക്കെ പരിചയപ്പെട്ട് നമ്പർ കളക്ട് ചെയ്തിട്ട് എനിക്ക് കോൺടാക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരും ആയിരിക്കാം. അപ്പം ഞാൻ അവരെയൊക്കെ ഇങ്ങനെ ബ്രോഡ്കാസ്റ്റിൽ ആഡ് ചെയ്തിട്ട് എൻ്റെ പാട്ടൊക്കെ അയച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ അവരുടെയും കമൻറ്റ്, എന്തിനാണ് അധികം പാടുന്നത്, ഈ ഒരൊറ്റ പാട്ടിൽ ചേച്ചി ഇങ്ങനെ ആർക്കാണ് ഈ പാട്ട് അറിഞ്ഞൂടാത്തത്, അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണ് ഈ ഗാനം എന്ന് അവരും ഇങ്ങനെ ഒത്തിരി പേര് അതിന് കമൻറ്റ് ചെയ്യുമ്പോൾ ശരിക്കും എൻ്റെ സങ്കടം ഇല്ലാണ്ടാവുകയാണ് കേട്ടോ. സങ്കടമെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഭയങ്കര സങ്കടമൊന്നും ഇല്ല. ഞാൻ എപ്പോഴും ഇടയ്ക്ക് ഭാഗ്യലക്ഷ്മി ചേച്ചി പറഞ്ഞായിരുന്നു, ചേച്ചിയുടെ അടുത്തൊരു ഇൻ്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ, അപ്പോൾ നമുക്ക് എന്താ, കുന്നോളം ആഗ്രഹിച്ചാൽ കുന്നിക്കുരുവോളം കിട്ടുന്നോ, അങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ. പക്ഷേ എനിക്കങ്ങനെ ഒരുപാട് ഭയങ്കര ആഗ്രഹങ്ങളില്ല. അപ്പോൾ ചേച്ചി ഇങ്ങനെ ഓരോന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇല്ല ചേച്ചി അങ്ങനെയില്ല എന്ന് പറയുമ്പോൾ, ഇതിപ്പോൾ കുന്നോളം ആഗ്രഹിച്ചാൽ കുന്നുകുരുവോളം കിട്ടും, നീ കുന്നിക്കുരുവോളം ആഗ്രഹിച്ചാൽ കടുകുമണിയുടെ എത്ര കിട്ടുള്ളൂ, അതൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ അതിന് മറ്റൊരു റീസണും കൂടെ ഉണ്ട്. ഒരുപാടൊക്കെ ആഗ്രഹിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ നിരാശയുടെ അളവും കൂടില്ലേ. അതുകൊണ്ട് കിട്ടുന്നത് കൊണ്ട് ഹാപ്പി. എങ്കിലും ഇത്ര ഭംഗിയുള്ള ഒരു പാട്ട് പാടിയതിനു ശേഷം പ്രീതയുടെ ഒരു കരിയർ ഗ്രാഫിൽ പിന്നീടുള്ള പാട്ടുകൾ എന്ന് പറയുന്നത് വളരെ തുച്ഛമായിട്ടുള്ള പാട്ടുകളാണ്. പ്രീതയ്ക്ക് ഇടയ്ക്ക് പറയേണ്ടി വന്നു, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ള പറയേണ്ടി വന്ന ഒരു സാഹചര്യം, അത് ഇത്തിരി സങ്കടകരം തന്നെയാണ്. ഒരു ഗായികയെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി സങ്കടകരം തന്നെയാണ്. ചിലപ്പോൾ പ്രീത പറഞ്ഞ ചില കാര്യങ്ങളായിരിക്കാം അത് അങ്ങോട്ട് പോയി തേടിപ്പിടിക്കാതെ ഇങ്ങോട്ട് വരുന്ന ഗാനങ്ങളെ മാത്രം ആണ് സ്വീകരിക്കുന്നത്. അത്തരം ഒരു പ്രശ്നമായിരിക്കുമോ പ്രീതയെ ഇതിൽ നിന്ന് അകറ്റിയത് കുറച്ച് നാളത്തേക്ക് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. മാർക്കറ്റിംഗ് ഇതൊരു വലിയ ഘടകമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ ദേവദൂതൻ പാടുന്നത് വരെയും ആ സിനിമയ്ക്ക് പോലും ആ ഒരു പ്രിവിലേജ് കിട്ടിയിട്ടില്ല. ഏത്, നമ്മൾ ചാനലിലെല്ലാം ഒരു സിനിമ റിലീസാവുന്ന സമയത്ത് ചാനൽ ചർച്ചകൾ, പിന്നെ പ്രമോഷൻസിന് വേണ്ടിയിട്ട് പല സ്ഥലത്ത് സംഘടിപ്പിക്കുന്ന ഇതിൽ സിനിമയുടെ ആൾക്കാരെല്ലാവരും ചില കോളേജുകളിലും ഒക്കെ ഉണ്ടാവുക, അതിനെക്കുറിച്ചൊരു ചർച്ച, അത് ചാനലിൽ ടെലികാസ്റ്റ് ചെയ്യുക. അത് ദേവദൂതൻ എന്ന് പറഞ്ഞ സിനിമയ്ക്കും കിട്ടിയിട്ടില്ല. അവിടുന്ന് അതിന് ശേഷം വന്ന പടങ്ങൾക്കും ഒക്കെ അതൊരു പ്രിവിലേജ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ വൺ ഓഫ് ദ റീസൺ ആയിട്ട് എനിക്കും തോന്നുന്നു. പിന്നെ ദേവദൂതൻ റിലീസാകുന്ന സമയത്ത് ഞാൻ മോന് ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പം നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾക്ക് അറിയാമല്ലോ, കുറേ കാര്യങ്ങൾ നമ്മളുടേതായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള കുറേ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾക്ക് സമയം മാറ്റി വെക്കണം. അപ്പം അങ്ങനെ ഒരു ഗ്യാപ്പും കൂടെ ഇതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട്. അപ്പം എന്നെ അങ്ങനെ
എന്നെ അങ്ങനെ ഓർത്ത് ആ പാട്ട് പ്രീത തന്നെ വന്ന് പാടണം എന്ന് നിർബന്ധത്തോടെ അങ്ങനെ അങ്ങനെ ഇല്ല. നമ്മളിപ്പം അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളത് ചിത്ര ചേച്ചി, സുജാ ചേച്ചി, അങ്ങനെയൊക്കെയുള്ള വലിയ സിംഗേഴ്സിനെ മാത്രമേ ആ ഒരു തട്ടിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. എന്നെപ്പോലെയുള്ള ഒരു സിംഗർ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പ്രീതയില്ല, പിന്നെന്താ അടുത്ത ആളായിരിക്കും എന്ന് പറയാനുള്ളതേ ഉള്ളൂ. വെരി സിമ്പിൾ. അപ്പോൾ അത് അവരുടെയൊക്കെ മെമ്മറിയിൽ നമ്മൾ എപ്പോഴും നിൽക്കണമെങ്കിൽ നമ്മളൊരു മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഘടകവും കൂടി ഇതിലുണ്ട്. അതെൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല, കാര്യമായിട്ടുണ്ടായിട്ടില്ല. ഇപ്പോഴൊക്കെയാണ് ഒരു പക്ഷേ ചില സുഹൃത്ത് ബന്ധങ്ങളാണെങ്കിൽ പോലും ചില ചേട്ടന്മാരും ഒക്കെ സിനിമയിൽ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, പലരുടെയും നമുക്ക് ഒത്തിരി ഞങ്ങളുടെ ഒരു പ്രമുഖനായ ഒരു ഗായകൻ്റെ അച്ഛൻ ചോദിച്ചിട്ടുണ്ട്, കണ്ണന് നല്ല റിലേഷൻ ആണ് സിനിമാക്കാരുമായിട്ടും ഒക്കെ ആയിട്ടും. പ്രീത അത്യാവശ്യം നന്നായിട്ട് തന്നെ പാടുന്നുണ്ട്, എന്നിട്ടും എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ അത് കണ്ണൻ്റെ കണ്ണൻ നേരെ മാർക്കറ്റിങ് അല്ലെങ്കിൽ ഈ കുട്ടിയെ പാടാൻ വിടുന്നില്ല, അങ്ങനെ എന്തോ ആണ് തമാശയ്ക്ക് ഇങ്ങനെ പറഞ്ഞു. പക്ഷെ അത് കണ്ണനേട്ടനും ഇതുപോലെ തന്നെയാണ്. സുഹൃത്ത് ബന്ധങ്ങളുടെ ഇടയിൽ നമ്മൾ ഈ ഒരു ചാൻസിനെ ഇടയ്ക്ക് ഇങ്ങനെ തള്ളിക്കയറ്റുകയാണെന്നുണ്ടെങ്കിൽ കണ്ണൻ ചോദിക്കുന്നു, അത് ചെയ്തു കൊടുക്കണമല്ലോ, അത് ചെയ്യാൻ പറ്റുന്നുമില്ലാത്ത പല സാഹചര്യങ്ങളും ഉണ്ട്. ഒരു ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളോട് ചോദിച്ചാൽ പോലും അപ്പം പിന്നീട് അതൊരു വിഷമമാണ്. അത് പുള്ളിയും അങ്ങനെയാണ്, ഞാനും അങ്ങനെയാണ്, ഇപ്പം എൻ്റെ മകനും അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും പാട്ട് പാടാൻ സമയമുണ്ട്. ആ സങ്കടകരമായ അവസ്ഥയ്ക്ക് ഇനിയും മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. ആ അവസ്ഥയിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് ആ പാട്ടൊന്ന് പാടാമോ? കരളേ നിൻ കൈ പിടിച്ചാൽ കടലോളം വെണ്ണിലാവ്, ഉൾക്കണ്ണിൻ കാഴ്ചയിൽ നീ കുറുകുന്നൊരു വെൺപിറാവ്, മന്ത്രകോടി നെയ്തൊരുങ്ങി പള്ളിമേട പൂത്തൊരുങ്ങി, കാരുണ്യ തിരികളൊരുങ്ങി